നേരെ എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, നിഖില വിമൽ, ബൈജു, സിദ്ദിഖ്, മനോജ് കെ ജയൻ തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ അണിനിരന്ന നുണക്കുഴി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. പരസ്പരം ബന്ധമില്ലാത്ത കുറെ പേർ, അവരോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ കുറെ പേർ, ഇവരെല്ലാവരും കൂടി നുണകൾ കൊണ്ട് കുഴിച്ച ഒരു വലിയ കുഴിയിൽ വീഴുന്നതാണ് ഈ സിനിമ എന്ന് പറയാം. കുഴിയിൽ നിന്ന് അവർ കരകയറുമോ എന്നുള്ളത് ഈ പടം കണ്ടു തന്നെ അറിയുക. ഒറ്റ വാക്കില് പൊളിപ്പടം. ഈ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള നുണകൾ ഇങ്ങനെ നിരത്തി വെച്ച് കംപ്ലീറ്റ് എൻഗേജിംഗ് ആക്കി ഒരുക്കിയ ഒരു കിടിലൻ കോമഡി പടം. പ്ലസ് ഇതിന് ത്രില്ലർ സ്വഭാവം ഉണ്ട് കേട്ടോ. ഈ പടത്തിന് ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ ഒറ്റ കേൾപ്പിന് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സിദ്ദിഖ് ലാലിന്റെ റാംജി റാവ് സ്പീക്കിങ്ങിലെ കളിക്കളം ഇത് പടക്കളം എന്ന പാട്ടാണ്. ആ പാട്ടിനൊരു ട്രിബ്യൂട്ടാണോ അതോ ഇനി ആ പടത്തിന് തന്നെ ഒരു ട്രിബ്യൂട്ടാണോ എന്നറിയില്ല. ഈ പടവും ഏകദേശം കറക്റ്റ് ഒരു രാംജി റാവ് സ്പീക്കിംഗ് സ്റ്റൈലിലാണ് ഒരുക്കിയിട്ടുള്ളത്. കുഴഞ്ഞു മറിഞ്ഞ കുറെ കാര്യങ്ങൾ കൊണ്ട് ഒരു ഊരാക്കുടുക്ക് ഇങ്ങനെ സൃഷ്ടിക്കുക, പിന്നെ അതിൽ നിന്നും എങ്ങനെ ഇവർ കരകയറുമെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കാണുക. ഈ ഒരു സംഭവമാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്. ഇപ്പോൾ റാംജി റാവ് സ്പീക്കിംഗ് അല്ലെങ്കിൽ പഴയ ചില പ്രിയദർശന്റെ കോമഡി പടങ്ങൾ, ഇതൊക്കെ അവരല്ലാതെ ആ സ്റ്റൈലിൽ പിന്നീട് പലരും പല സിനിമകളിലും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ പലതും അങ്ങോട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പടത്തിൽ അത് കൃത്യമായിട്ട് വർക്കായി എന്നുള്ളത് തന്നെയാണ് മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഓൾമോസ്റ്റ് മിക്ക കോമഡികളും ഏകദേശം ഒരു 85% കോമഡികൾ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ടെന്ന് പറയാം. ത്രില്ലർ ചെയ്താലും കോമഡി ചെയ്താലും ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഇത് പിന്നെ രണ്ടും കൂടെ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ആണ്. KR കൃഷ്ണകുമാറാണ് ഇതിന്റെ തിരക്കഥാകൃത്ത്. ഇതിനു മുമ്പ് 12th മാൻ അതുപോലെ കൂമൻ തുടങ്ങിയ ജിത്തു ജോസഫിന്റെ പടങ്ങളും പുള്ളിയാണ് എഴുതിയത്. അതിൽ പേഴ്സണലി എനിക്ക് 12th മാൻ ഒഴിച്ച് മറ്റു 2 പടങ്ങളും ഇഷ്ടപ്പെട്ടു. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ബേസിലിന് പറ്റിയ ക്യാരക്ടർ ആയിരുന്നു ഇതിലെ എബി എന്ന ക്യാരക്ടർ. പുള്ളി അത് പൊളിച്ചടുക്കി തന്നെ വെച്ചിട്ടുണ്ട്. കൂടെയുള്ള ബേസിക്കലി ഐ ആം എ റിച്ച് മാൻ അങ്ങനെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബേസിലും ഗ്രേസ് ആന്റണിയും അതുപോലെ തന്നെ ബേസിലും നിഖിലയും ബേസിലും ബൈജുവും ഇവർ ഓരോ ആൾക്കാരും ബേസിലിനോടൊപ്പം കൂടുമ്പോൾ ഇപ്പോൾ അരവും ചേർന്ന് കിന്നരമായി എന്ന് പറയില്ലേ, അതുപോലെ ചിരിക്ക് വകയുള്ള അന്യായ കോംബോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഗ്രേസ് ആന്റണിയുടെ രശ്മിതയാണ് അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രം. കോമഡി ഗ്രേസ് ആന്റണിക്ക് കിട്ടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരുടെ മേഖലയാണ്. ഇതിൽ ഒരേ സമയം സീരിയസും അതോടൊപ്പം തന്നെ കോമഡിയുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉർവശിയൊക്കെ പോലെ കോമഡി നല്ല പക്കായിട്ട് ചെയ്യുന്ന നായികയാണ് ഗ്രേസ് ആന്റണി. അതിങ്ങനെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിപ്പിക്കുന്നതിൽ പടത്തിൽ നമ്പർ 1 ബൈജു ചേട്ടനാണെന്ന് ഞാൻ പറയും. പുള്ളി അങ്ങ് അറമതിച്ചേക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫ് പുള്ളിയെ പടത്തിൽ അങ്ങ് അഴിച്ചു വിട്ടേക്കുകയാണ്. അതൊരു കിടലൻ പെർഫോമൻസ് ആയിരുന്നു ബൈജു. ഇപ്പം നുണക്കുഴിയിലെ താരം ബേസിക്കലി ബൈജു ചേട്ടനാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സിദ്ദിഖ് ചേട്ടന്റെ പെർഫോമൻസും ആണ്. ഇപ്പൊ ജിത്തു ജോസഫിന്റെ തന്നെ ലാസ്റ്റ് പടം നേരിൽ ഇജ്ജാതി വെറുപ്പിക്കുന്ന വില്ലനായിട്ട് വന്ന ശേഷം ഈ പടത്തിൽ ഒരു കിടിലൻ ത്രൂ ഔട്ട് കോമഡി റോൾ കൊടുത്തിട്ടുണ്ട്. പുള്ളി അതങ്ങ് ഭേഷായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു അന്യായ കാസ്റ്റിംഗ് തന്നെയാണ് ഈ പടത്തിലുള്ളത് കേട്ടോ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ താരങ്ങളുണ്ട്, എല്ലാവരും കിടിലനായിട്ടുമുണ്ട്. ഒരു ക്യാമിയോ റോൾ ആണെന്ന് പറയാമെങ്കിൽ പോലും നിഖില വിമലിന്റെ റോള് പടത്തിൽ മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അതിനെനിക്ക് തോന്നുന്നു നിഖില ഏതൊക്കെ പടത്തിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ പുള്ളിക്കാരുടെ ക്യാരക്ടർ ചെറുതാണെങ്കിലും കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ക്ലൈമാക്സ് ഒക്കെ മനോജ് കെ ജയൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, ബിനു പപ്പു, അൽതാഫ് സലിം ഇവരുടെയും പേരുകൾ എടുത്ത് തന്നെ പറയണം. ചിരിപ്പിക്കുന്നതിൽ ഇവരും വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാം മോഹൻ, സ്വാസിക, ലെന, ദിനേശ് പ്രഭാകർ, അസീസ് നെടുമങ്ങാട് അങ്ങനെ താരങ്ങളുടെ ലിസ്റ്റ് ഇനിയും നീളും. ടെക്നിക്കൽ സൈഡിൽ സതീഷ് കുറുപ്പിൻ്റെതാണ് ക്യാമറ, അതുപോലെ VS വിനായകിൻ്റെതാണ് എഡിറ്റിംഗ്. രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. വിഷ്ണു ശ്യാമാണ് പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ടൈറ്റിൽ ട്രാക്കിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ BGM കറക്റ്റ് ആ പടത്തിന്റെ മൂഡിന് കൃത്യമായിട്ട് ചേരുന്നതായിരുന്നു. പടത്തിലെ നെഗറ്റീവായിട്ട് അങ്ങനെ വലിയ പോരായ്മകളൊന്നും തന്നെ പറയാനില്ല. ചില കോമഡികളൊക്കെ കുറച്ച് ഓൾഡ് സ്കൂൾ വളിപ്പായിട്ട് തോന്നി എന്നുള്ളത് പറയാനുണ്ട്. പിന്നെ ഒരു ഗംഭീര സംഭവം അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 80s മുതൽ ഈ സ്റ്റൈലിലുള്ള പടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയും ഫോളോ ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ വളരെ രസകരമായിട്ട് ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അത് പിന്നെ മാസ്റ്റർ ഫിലിം മേക്കർ ആണല്ലോ. എങ്കിലും ചില ഷോട്ടുകളൊക്കെ ആ ഒരു പക്ക ജിത്തു ജോസഫിന്റെ സിനിമാറ്റിക് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഡോർ ഷോട്ടുകളാണ് എടുത്ത് പറയാനുള്ളത്. ഇതിനകത്താണെങ്കിൽ സ്വാസികയുടെ ചില സീൻസ് ഒക്കെ പറയണം. അങ്ങനെ ചിലയിടത്ത് ജിത്തു ജോസഫിന്റെ ആ ഒരു പഴയ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണാൻ കഴിയും. എങ്കിലും പണ്ട് പലരും പുള്ളിയെ ട്രോൾ ചെയ്യുന്നത് പോലെ ഒരു ചായക്കട സീൻ നിർബന്ധമായിട്ട് കാണും, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ സീരിയൽ സ്റ്റൈൽ മേക്കിംഗ് ആയിരിക്കും. അതിൽ നിന്നൊക്കെ കുറേയധികം മേക്കിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോവുക, ലാസ്റ്റ് ഇന്നയാൾ ഇങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്നയാൾക്ക് കിട്ടും
ആയിട്ടും അതിങ്ങനെയുള്ള എല്ലാ കഥകളുടെയും ഒരു സ്വഭാവം തന്നെയാണ്. സോ ആകെ മൊത്തം ടോട്ടലിൽ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണിത്. നന്നായിട്ട് ചിരിച്ചു കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ത്രിൽ അടുപ്പിക്കുകയും ചെയ്തു. സോ കൂടുതലൊന്നും ചിന്തിക്കാതെ ഓവർ പ്രതീക്ഷയില്ലാതെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം പോയിട്ട് അർമ്മതിച്ച് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് കോമഡി ത്രില്ലർ എന്റർടൈനർ ആണ് ഈ സിനിമ. പ്ലസ് മറക്കണ്ട, ഇതൊരു ജിത്തു ജോസഫ് ചിത്രമാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമഡിക്കൊക്കെ അത്യാവശ്യം നല്ല ചിരിയും തിയേറ്ററിലുണ്ടായിരുന്നു. പടം കണ്ടിറങ്ങുമ്പോൾ കുറെ ആൾക്കാർ കൊള്ളാം എന്ന് പറയുന്നതും കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പടം ഹിറ്റ് അടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹിറ്റ് അടിക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ അതുകൊണ്ട് പടം പോയി കാണാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടു വിജയിപ്പിക്കുക. പിന്നെ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയും. എല്ലാവരും ഈ പടത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും, നല്ല റിവ്യൂസ് വന്നു കഴിയും. അതിനുശേഷം കുറെ പേര് 2 ആഴ്ച കഴിഞ്ഞിട്ട് അമിത പ്രതീക്ഷയുമായിട്ട് ഈ പടം കയറി കാണും. എന്നിട്ട് ഇതാണ് വലിയ സംഭവം എന്ന് ചോദിക്കും. ഇനി അതും കഴിഞ്ഞ് ഈ പടം ഇനിയിപ്പോൾ ഒരു വലിയ ഹിറ്റ് ആയാൽ തിയേറ്ററിൽ കാണാത്ത കുറെ ആൾക്കാർ OTT ഇറങ്ങുമ്പോൾ കണ്ടിട്ട് ഈ പടം ഒക്കെയാണ് വലിയ ഹിറ്റായത്, പഴയ പ്രിയദർശന്റെയും സിദ്ദിഖ് ലാലിന്റെ ഒക്കെ പടങ്ങളുടെ സ്റ്റൈലിൽ കോപ്പി അടിച്ച് വെച്ചേക്കുന്നു എന്നും പറയും. സോ ഈ ഒരു സംഭവം, ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ശരി.